ഗുഡ് മോർണിംഗ്. രാവിലെ എണീക്കുമ്പോൾ സമയമുള്ള ദിവസമാണെങ്കിൽ ഇങ്ങനെയൊക്കെ നോക്കിയേക്കാൻ നല്ല രസമാണ്. എന്നാ പിന്നെ പല്ലൊക്കെ എത്തിച്ച് റെഡിയായി അങ്കത്തായിട്ട് ഇറങ്ങിയേക്കാല്ലേ. ഇപ്പൊ എല്ലാ ദിവസവും രാവിലെ വിശദീകരിച്ച് പിറ്റടിയൊന്നും ഇല്ല കേട്ടോ. ഈ റബ്ബറിന്റെ ഇലയൊക്കെ വളർന്നോട്ടെ, അപ്പൊ കാണാം കഥ. എന്റെ കൂടെ എല്ലാത്തിനും എന്ത് ഇയാളും. ആരോ പറയുന്ന കേട്ടതാണ്, ഒരു 30 വയസ്സ് കഴിഞ്ഞ പെണ്ണുങ്ങൾക്കിടെ ഒക്കെ ഒരു സന്തോഷം എന്താന്ന് വെച്ചാൽ രാവിലെ എഴുന്നേറ്റ് അരച്ച് വെച്ച മാവ് വിളിച്ചിട്ടുണ്ടോ നോക്കുന്നതാണ്. സത്യം കേട്ടോ. നമ്മൾ നോക്കുമ്പോൾ അന്നത്തെ ദിവസം ആ മാവ് വിളിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അന്നത്തെ ദിവസം പോയതാണ്. ആകെ ഒരു മൂടുണ്ടാവും. കാലത്ത് ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ ന്യൂസ് വെച്ചാട്ടോ, പെട്ടെന്ന് കിട്ടിപ്പോയി. ഞാൻ വിചാരിച്ചു 24 ന്യൂസ് ഇപ്പോൾ പൃഥ്വിരാജ് ഒന്ന് വായിച്ചു. വെള്ളിയാഴ്ച ആവാൻ നോക്കിയിരിക്കും കേട്ടോ. എന്തിനാണെന്നറിയോ? ശനിയാഴ്ച എങ്ങും പോകാണ്ടിരിക്കാൻ. പക്ഷെ എങ്ങനെയൊക്കെ വിചാരിച്ചാലും ശനിയാഴ്ച ആകുമ്പോഴേക്കും എന്തെങ്കിലുമൊക്കെ പണി വന്ന് കയറും. ഇന്ന് ഉച്ചവരെ വലിയ യാത്രാ പ്ലാനിങ് ഒന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം പിന്നെ ബാക്കിയുള്ള ജോലിയൊക്കെ തീർത്ത് ഒന്ന് അടിച്ചു വാരി നീറ്റാക്കിയേക്കാന്ന് വിചാരിച്ചു. എത്രയൊക്കെ നമ്മൾ നീറ്റാക്കി ഇടാന്ന് വിചാരിച്ചാലും ഉണ്ടല്ലോ, അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരുമ്പോഴേക്കും എല്ലാം പഴയതുപോലെ ഉണ്ടാവും. പിള്ളേരുള്ളതല്ലേ, എന്തോരം പറഞ്ഞാലും മര്യാദയ്ക്കൊന്നും അടക്കി പറക്കി വെക്കൂല. എന്നാലും നമ്മൾ പറ്റണേ പോലെ നമ്മളെ കൊണ്ടാവുന്ന പോലെ നീറ്റാക്കി ഇടാൻ നോക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് നാളെ സൺഡേ സ്കൂളിൽ എക്സാം ഉണ്ട്. കുറച്ച് അതിനെ പഠിപ്പിച്ചും കൊടുക്കണം. കുറച്ച് നേരം അവൻ്റെ കൂടെയൊക്കെ ഇരുന്ന് പഠിപ്പിച്ചു കൊടുത്തു കേട്ടോ. എന്തേലും ഞാൻ കൂടെ പഠിപ്പിക്കാനിരിക്കുവാണെങ്കിൽ ആൾ അടങ്ങി ഒതുങ്ങിയിരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യും. അല്ലെങ്കിൽ എനിക്ക് ഓടും കേട്ടോ. ഇപ്പോൾ ഈയിടെയായിട്ട് സിനിമയ്ക്ക് പോക്ക് ഇച്ചിരി കൂടിയിട്ടുണ്ടോയെന്നൊരു സംശയം. അങ്ങനെ ദേ ഇന്നും ഒരു സിനിമയ്ക്ക് പോവാണേ. കൂട്ടുള്ളതുകൊണ്ട് പോയതാട്ടോ. അങ്ങനെ ദേ ഞങ്ങൾ സിനിമയ്ക്ക് പോയി. എക്കോ എന്ന സിനിമയ്ക്കാട്ടോ ഞങ്ങൾ പോയത്. സിനിമ കുഴപ്പമില്ല കേട്ടോ, കണ്ടിരിക്കാം. കണ്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ അഭിപ്രായം പറയണേ.